2019 വാരാണസിയിൽ നരേന്ദ്രമോദി രണ്ടാമത് മത്സരിക്കാനായി എത്തുമ്പോൾ അന്ന് രാഹുൽ ഗാന്ധി കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ഒരുപാട് തവണ സന്ദർശിച്ചതാണ്. രാഹുൽ ഗാന്ധിയുടെ അന്നത്തെ ചിത്രമൊക്കെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. രാഹുൽ ഗാന്ധി നെറ്റിയിൽ ചന്ദനമൊക്കെ പൂശി കാശി വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൽ പൂജ നടത്തുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് ലഭിക്കും, അതിന്റെ ചിത്രങ്ങളൊക്കെ തന്നെ ലഭിക്കും. ഇതിനെയൊക്കെ തന്നെ വളരെ ശക്തമായി എതിർക്കുന്ന പാർട്ടിയാണ് CPIM. വളരെ ശക്തമായി ഈ ഒരു രാഷ്ട്രീയ നീക്കത്തെ, അതായത് മതാചാരത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിനെ, കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനത്തെ വളരെ ശക്തമായി എത്രയോ കാലമായി എതിർത്തു വരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPIM. അപ്പോൾ അങ്ങനെ CPIM എതിർക്കുമ്പോൾ ആ CPIM നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ തന്നെ ഇപ്പോൾ ഒരു അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ഒരു പരിപാടി നടത്തുന്നത് തീർച്ചയായും ഇരട്ടത്താപ്പാണ് എന്ന് വിമർശിക്കുന്നുണ്ടെങ്കിൽ ആ വിമർശനം CPIMന് കേൾക്കാനുള്ള എല്ലാ ബാധ്യതയുമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് സർക്കാർ പോകുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കോ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്കോ ചേരുന്ന ഒരു രീതിയായിട്ട് ഇതെനിക്ക് തോന്നുന്നില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് വിശ്വാസത്തിനൊപ്പം നിൽക്കുന്നവർക്ക് ഒരുപക്ഷെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു നീക്കമായിരിക്കും ഇത് എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്.